രാജ്യത്തെ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുക എന്നത് ബി.ജെ.പിയുടെ ഒരു ദീർഘകാല അജണ്ടയാണ്. ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ നിയമം എന്ന പേരിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിയമം പാസാക്കി കഴിഞ്ഞു. ഉത്തരാഖണ്ഡിന് പിന്നാലെ അസമും പുതിയ നിയമങ്ങളുമായി രംഗത്ത് വരുന്നു. അസമിൽ മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കിയിരിക്കുന്നു. രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. രൂക്ഷമായ വിലക്കയറ്റം, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തുന്ന തട്ടിപ്പുകൾ, ഗുസ്തിതാരങ്ങളുടെ സമരം, മണിപ്പൂർ എന്നിങ്ങനെ മോദി സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന വിഷയങ്ങൾ നിരവധിയുണ്ട്. ഇതൊന്നും ജനങ്ങൾ ചർച്ച ചെയ്യരുത്, മതം മാത്രമേ ചർച്ച ചെയ്യാവൂ. ഈ ലക്ഷ്യത്തോടെയുള്ള അജണ്ടകളിൽ ഒന്നാണ് ഏകീകൃത സിവിൽ നിയമം. അജണ്ട നടപ്പിലാക്കാൻ പ്രധാനമന്ത്രി തന്നെ 6 മാസം മുമ്പ് നേരിട്ട് രംഗത്തിറങ്ങി. യൂണിഫോം സിവിൽ കോഡ് के नाम पर ऐसे लोगों को भड़काने का काम हो रहा है. आप मुझे बताइए, एक घर में परिवार के एक सदस्य के लिए एक कानून हो, परिवार के दूसरे सदस्य के लिए दूसरा कानून हो, तो क्या वो घर चल पाएगा? क्या कभी भी चल पाएगा? क्या फिर ऐसी दोहरी व्यवस्था से देश कैसे चल पाएगा? ഒരു കുടുംബത്തിലെ പലർക്കും പല നിയമങ്ങളായാൽ എങ്ങനെ ശരിയാകുമെന്നതാണ് പ്രധാനമന്ത്രിയുടെ ചോദ്യം. വ്യക്തി നിയമങ്ങൾ മാത്രമല്ല, രാജ്യത്തെ പല നിയമങ്ങളും ഏകീകൃതമല്ല. രാജ്യത്തിന്നും ഒരു ഏകീകൃത ധനകോഡില്ല. ഹിന്ദു കൂട്ടുകുടുംബങ്ങൾക്ക് മാത്രമായി HUF എന്ന പേരിൽ പ്രത്യേക നികുതിദായക വിഭാഗമുണ്ട്. ഈ വിഭാഗത്തിന് മാത്രമായി ബജറ്റുകൾ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കാറുണ്ട്. എന്തിനാണ് ഹിന്ദു കൂട്ടുകുടുംബങ്ങൾക്ക് മാത്രമായി ഈ നികുതി ഇളവ് പരിമിതപ്പെടുത്തുന്നത്? ഇത് പിൻവലിക്കണമെന്ന ആവശ്യം പലതവണ ഉയർന്നതാണ്. പക്ഷേ മോദി സർക്കാർ തയ്യാറായില്ല. ഇനി മുത്തലാഖ് നിയമം നോക്കാം. ക്രിമിനൽ നടപടി നിയമം ഭേദഗതി ചെയ്താണ് മുത്തലാഖ് തടയാൻ നിയമം കൊണ്ടുവന്നത്. നിയമവിരുദ്ധമായി ഭാര്യയെ ഉപേക്ഷിക്കുന്നവർ മുസ്ലിങ്ങളെങ്കിൽ 3 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കും. നിയമവിരുദ്ധമായി ഭാര്യയെ ഉപേക്ഷിക്കുന്നവർ മുസ്ലിങ്ങളല്ലെങ്കിൽ അവർക്ക് ശിക്ഷയില്ല. ഇതെല്ലാം ചെയ്തു കൂട്ടുന്നവരാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരുന്നത്. ഏക സിവിൽ കോഡ് എന്നുള്ളത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ്. ഭരണഘടന പ്രാബല്യത്തിൽ വന്ന അന്നു മുതൽ നമുക്ക് പരിചയമുള്ള വിഷയവുമാണ്. സുപ്രീം കോടതി തന്നെ പല പ്രാവശ്യം പല കേസുകളിലും ഏക സിവിൽ കോഡ് രൂപീകരണത്തിൻ്റെ അവസ്ഥ എന്ത് എന്ന ചോദ്യം ചോദിച്ചിട്ടുമുണ്ട്. ലോ കമ്മീഷനും പല പ്രാവശ്യം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോ തവണയും ഈ വിഷയം സജീവമാകുമ്പോഴൊക്കെ എതിർപ്പ് ഉണ്ടാകുന്നുണ്ട്. ആ എതിർപ്പിനെ തുടർന്ന് അത്ര അനായാസം ചെയ്യാൻ കഴിയാത്തൊരു കാര്യമെന്ന നിലയ്ക്ക് ആ വിഷയം മാറ്റിവെക്കുകയാണ് പതിവ്. ഇപ്പോൾ 2024 പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു. ബി.ജെ.പിയുടെ പല വാഗ്ദാനങ്ങളും അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അയോധ്യ നമുക്കറിയാം. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേളയിലും സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്, അല്ലെങ്കിൽ അജണ്ടയുടെ ഭാഗമാണ് ഏക സിവിൽ കോഡ് എന്നുള്ളത്. അത് ഒരു മതവിഭാഗത്തെ മെരുക്കിയെടുക്കുക, നിയന്ത്രിക്കുക, അവർ ആചാരപരമായോ വിശ്വാസപരമായോ അനുഭവിച്ചു വരുന്ന പല ആനുകൂല്യങ്ങളും അവർക്ക് നിഷേധിക്കുക, അങ്ങനെയൊക്കെയുള്ള ദുരുദ്ദേശങ്ങൾ അതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് വ്യാപകമായ എതിർപ്പ് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സമുദായങ്ങളെ, മതവിഭാഗങ്ങളെ അല്ലെങ്കിൽ ജനതയെ ആകെ തന്നെ വിഭജിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഏക സിവിൽ കോഡിനെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ നീക്കങ്ങളെ പലരും കാണുന്നത്. ഉത്തരാഖണ്ഡിലെ ബി.ജെ.പി സർക്കാർ ഏകീകൃത സിവിൽ നിയമത്തിനായുള്ള ബിൽ പാസാക്കി. പക്ഷേ ആ നിയമം ഏകീകൃതമല്ല. ഗോത്രവിഭാഗക്കാരെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ബി.ജെ.പി ഭരിക്കുന്ന അസം ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കിയിരിക്കുന്നു. പക്ഷേ ഗോത്രവിഭാഗക്കാരെ തൊടില്ല. രാജ്യത്താകെ 5 കോടി ഗോത്രവിഭാഗക്കാരുണ്ട്. അവരെ പിണക്കാൻ ബി.ജെ.പി തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ബി.ജെ.പി നടപ്പിലാക്കുന്നത് ഏകീകൃത സിവിൽ നിയമമല്ല, ന്യൂനപക്ഷ വിരുദ്ധ നിയമമാണ്. ഏക സിവിൽ കോഡ് അനിവാര്യമായതോ ഇപ്പോൾ തന്നെ അടിയന്തരമായി നടപ്പാക്കേണ്ടതായ ഒരു വിഷയം അല്ല. ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ അവയെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല.
പലതും പ്രധാനപ്പെട്ട പല ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവയ്ക്കനുസൃതമായി പല പ്രവർത്തനങ്ങളും നിയമനിർമ്മാണവും നടന്നിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഓരോന്ന് പറയുമ്പോഴും അവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ എന്നാണ്. എന്ന് പറയുമ്പോൾ നിർബന്ധ സ്വഭാവമുണ്ട്. ഈ കാര്യം നടപ്പാക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനം മാത്രമല്ല, ഭരണകൂടം പ്രവർത്തിക്കണം എന്നാണ്. പക്ഷേ അത് എന്തുകൊണ്ട് നടക്കുന്നില്ല? അതൊരു വിഷയം തന്നെയാണ്. അവിടെ ദുരുദ്ദേശത്തോടെ BJP രാജ്യം ഭരിക്കുന്ന മറ്റ് ശക്തികൾ ഒക്കെ വിഷയത്തെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുണ്ടാകുന്നു. ആ എതിർപ്പ് മതനിരപേക്ഷമായ എതിർപ്പായിരിക്കണം, മതനിരപേക്ഷമായ പ്രതിഷേധമായിരിക്കണം. കാരണം ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ ഇവിടെ കോൺഗ്രസ്സിന് നിലപാടില്ലാതായിരിക്കുന്നു. കോൺഗ്രസ്സിന് നിലപാട് ഇല്ലാതെ വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ നിലപാടുകളുടെ അവ്യക്തത, അത് ഇക്കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും, പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും കോൺഗ്രസ്സിന് ആ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവരനുഭവിക്കുന്നുണ്ട്. പൗരത്വ നിയമത്തെ സംബന്ധിക്കുന്ന ഇപ്പോൾ പ്രക്ഷോഭം ഉണ്ടായപ്പോഴും എവിടെയും ഈ ഒരു വിഷയം വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പ്രശ്നം തന്നെ അതാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമില്ല, നയമില്ല, പരിപാടിയില്ല, മറ്റുള്ളവരുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള സന്നദ്ധതയുമില്ല. BJPക്കെതിരെ പല സംസ്ഥാനങ്ങളിലും വിശാലമായ മതേതര സഖ്യങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നു. വർഗീയത ആളിക്കത്തിച്ച് എല്ലാ വെല്ലുവിളികളെയും മറികടക്കാമെന്ന തന്ത്രമാണ് BJP പയറ്റുന്നത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. തീപാറും പോരാട്ടമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.